അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ ഒരു വാക്കിനും അകലെ നീ എങ്കിലും അരികിൽ ഞാനിന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ് പിരിയാതെ അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ എത്രയോ ജന്മമായി നിൻമുഖമിതു തേടി ഞാൻ എന്റെയായി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി എന്നുമെൻ കൂടെയായി എൻ നിഴലതുപോലെ നീ നീങ്ങവേ നേടി ഞാൻ എൻ ജീവിത സായുജ്യം സഖി നിൻമൊഴിയൊരു വരി പാടി പ്രണയിത ഗാനം ഇനി എന്തിനു വേറൊരു മഴയുടെ സംഗീതം ഇല്ല ഞാൻ നിൻമുഖം എൻ മനസ്സിതില്ലാതെ ഇല്ല ഞാൻ നിൻ സ്വരം എൻ കാതുകൾ നിറയാതെ എന്തിനോ പോയി നീ അന്നൊരു മൊഴി മിണ്ടാതെ ഇന്നുമെൻ നൊമ്പരം നീ കാണുവതില്ലെന്നോ കളി ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവായി വിട ചൊല്ലിയ മനസ്സുകളിടറുകയായി അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ മലരേ വാ തിരികെ വാ. Rajan, Anjali. Kai kuda Rajan and you too Anjali. Because ഞാൻ പ്രജന്റെ എപ്പോഴും ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് ആണ് കണ്ടത്. ആദ്യമായിട്ടോ താൻ ഇത്ര ഇമോഷണൽ ആയിട്ട് കാണുന്നത് ആക്ച്വലി. അപ്പോൾ എനിക്ക് സന്തോഷമായി. ലൈക്ക് ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് അല്ലാതെയും ഇമോഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക്. എന്തായാലും ശാന്തി വാസെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ഈ പെർഫോമൻസ് ഇത്രയും സക്സസ്ഫുൾ ആയത് അഞ്ജലി കാരണം. അതായത് കൂടെ കളിക്കുന്ന പാർട്ട്ണർ നിന്റെ പേർ ആ ഇമോഷൻസ് അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റൂല. ഐ തോട്ട് അഞ്ജലി ഒറിജിനലി കരഞ്ഞിട്ട് ചെയ്ത മാതിരി തന്നെയായിരുന്നു. അഞ്ജലി സൂപ്പർബായിരുന്നു. മാത്രമല്ല അഞ്ജലി ഇപ്പൊ ഈ ലെവലില് യു പ്രൂവ്ഡ് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നിന്റെ ബോഡി ലാംഗ്വേജിൽ, നിന്റെ ഡാൻസിൽ. യു ഡാൻസ്ഡ് വെരി ബ്യൂട്ടിഫുള്ളി. ഒപ്പം തന്നെ മോൾ വളരെ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ഇറ്റ് വാസ് വെരി നൈസ്. ഓൺ അഞ്ജലീസ് പാർട്ട് ഇറ്റ് വാസ് വെരി നൈസ്. പ്രജിൻ വളരെ നന്നായിട്ട് ചെയ്തു, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കുറച്ചുകൂടി ക്ലാരിറ്റി വർത്തണം. ഇത് ഒരു ഓൾറെഡി ഇപ്പോൾ സ്റ്റേജിലെ കാണുമ്പോൾ ഒരു ഇമോഷൻ, ഒരു ഭയങ്കര ഒരു ഫീലുള്ള പാട്ടായിരുന്നു. പക്ഷേ ഇത് റിഹേഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ.
കുറച്ച് പൊടിക്ക് ഒരു ക്ലാരിറ്റി വർധനമായിരുന്നു ആസ് എ ഡാൻസർ. ആരാണ് കൊറിയോഗ്രാഫ് ചെയ്തത് ഈ പെർഫോമൻസ്? ഷംനാസ്ക ആൻഡ് അഖിലേഷ് ഏട്ടൻ. ഓക്കെ, നിന്റെ സ്വന്തം കൊറിയോഗ്രാഫി അല്ല ഇത്. അല്ല. അതുകൊണ്ടാണ് ഇത് നന്നായത്. താങ്ക് യു മാസ്റ്റർ. ഓക്കെ, വളരെ നന്നായിരുന്നു. ഒരു 2000 മില്ലേനിയം അതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഹിറ്റ് സോങ് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതൊരു മെലോഡി സോങ് വിത്ത് ഇമോഷൻസ് ആണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഈ ഇമോഷൻസ് ഇതെല്ലാം വേണം. ഞങ്ങൾ ഈ ലെവലിൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഡാൻസാണ്. നിങ്ങളുടെ ഡാൻസിലൂടെയുള്ള ക്ലാരിറ്റി, പെർഫെക്ഷൻ, അത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ലെവലിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണം. അപ്പം ഇനി വരുന്ന റൗണ്ട്സിൽ പ്ലീസ് ഡാൻസ് ആൻഡ് ഷോ മീ. ഇത് എങ്ങനെയോ ഒപ്പിച്ചെടുക്കുന്ന മാതിരിയായിരുന്നു ഈ പെർഫോമൻസ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ് ആസ് എ ഡാൻസർ നൗ. ഓക്കെ പ്രജൻ? ഓക്കെ മാസ്റ്റർ. അഞ്ജലി, യു ആർ വെരി വെരി ഗുഡ് മോം. വിഷിംഗ് യു ബോത്ത് ഗുഡ് ലക്ക്. Thank you, Master. Romeo and Juliet. Regina and Anjali, மாஸ்டர் சொன்னது தான் நாங்களும் ஃபீல் பண்ணோம். நத்திங் நியூ டு சே. ஈவன் வி ஃபெல்ட் த சேம். பிரஜனுக்கு வந்து ஃபர்ஸ்ட் டைம் வி ஆர் சீயிங் வெரி இமோஷனல் அண்ட் நல்ல எக்ஸ்பிரஷன்ஸ், அந்த இமோஷனல் லவ்வோட எக்ஸ்பிரஷன்ஸ் எல்லாம் இட் വാസ് വെരി നൈസ് പ്രജൻ. വെരി നൈസ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങളുടെ ഒരു കൊറിയോഗ്രഫിയാണ്. അത് നിങ്ങളെ വളരെയധികം ഈ പെർഫോമൻസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രജിന് അത്രയും നല്ലൊരു ഡാൻസ് പ്രജിനും അഞ്ജലിക്കും ചെയ്യാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ കൊറിയോഗ്രാഫേഴ്സ് കാരണമാണ് കേട്ടോ. ശരിക്കും നിങ്ങളുടെ ബിഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഈ ഡാൻസിന് നിങ്ങളുടെ കൊറിയോഗ്രാഫേഴ്സാണ്. പിന്നെ പ്രജിനോട് ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഒരു ഷാർപ്നെസ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഒരു 100% ആയിരുന്നു ഈ ഒരു പെർഫോമൻസ്. എല്ലാവരും എല്ലാം തികഞ്ഞതല്ല. ഇപ്പം ചിലർ ഡാൻസ് നന്നായിട്ട് ചെയ്യും, പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ആ ഇമോഷൻ കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല. ഇമോഷൻ നന്നായിട്ട് കൊണ്ടുവരാൻ പ്രജിന് സാധിച്ചു. ആ ഒരു പെർഫെക്ഷൻ കൂടെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഷാർപ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ ഡാൻസ് ഒരു 100% ആയേനെ. എങ്കിലും നിങ്ങളുടെ മാക്സിമം ഈ ഒരു റൗണ്ട് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തു. പ്രജിൻ, അഞ്ജലി, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Thank you. Leila Majnu. ഹായ് പ്രജന ആൻഡ് അഞ്ജലി. Hi. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് ടച്ചിങ് സോങ് സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ എന്തോ ഒരു ഭാരം തന്ന പോലെ ഒരു എഫക്റ്റ്. ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയുടെ എക്സ്പ്രഷനിലാണ് ഇന്ന് പെർഫോമൻസ് ആ ഒരു ഫ്ലോയിൽ പോയത്. പിന്നെ കൊറിയോഗ്രാഫിയിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാനുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഡാൻസ് എന്ന് പറയുന്ന എലിമെന്റ് കുറച്ചുകൂടി യൂസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, രണ്ടുപേരുടെയും ടൈമിംഗ് ഒരു സിങ്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിംഗ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമായേനെ ഡാൻസ്. നമുക്ക് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടിയേനായിരുന്നു. എനിവേ ഇറ്റ് വാസ് നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇമോഷണൽ ഫസ്റ്റ് ടൈം പ്രജൻ ഇത്ര ഒരു ഇമോഷണൽ ഡാൻസ് കൊണ്ടുവന്നതിന് എത്ര മാർക്സ് ആണ് റോമിയോ ജൂലിയറ്റ് out of 10? 9 on 10. 9 on 10. Leila Majnu? 8.5 on 10. 8.5 on 10. ശാന്തി മാസ്റ്ററുടെ മാർക്സ് കമന്റ് ചെയ്യുന്നുണ്ടോ? മാസ്റ്റർ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ബോക്സിലേക്ക് ഇട്ടില്ല, ഇടാൻ പോണു. ഇട്ടോളൂ. ആ ഇട്ടു. Thank you, Master. Our Prajan and Anjali, very good improvement. Anjali, seriously, I mean, ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡാൻസിൽ കേൾക്കുമ്പോൾ അത് വളരെ ഒരു സന്തോഷം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഷോസ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് യുവർ ഡെഡിക്കേഷൻ. Good luck for both of you for the coming rounds. Thank you. And now we'll